ഹലോ ഗൈസ്, അപ്പോൾ എല്ലാവർക്കും എൻ്റെ ചാനലിലേക്ക് സ്വാഗതം. അപ്പോൾ നമ്മുടെ പൃഥ്വിരാജ് അടുത്ത ഷെഡ്യൂളിലേക്ക് കിടക്കാൻ പോകണം. നമ്മുടെ കാളിയാൻ്റെ ഒക്കെ ഷൂട്ടിംഗ് തുടങ്ങാൻ പോണു. അപ്പോൾ കാളിയാനൊക്കെ എല്ലാവരും ഡ്രോപ്പ് ആയെന്ന് വിചാരിക്കും, കാരണം പണ്ടേ വന്നതാണ് ഇതിൻ്റെ ഫസ്റ്റ് ലുക്ക് ഇതൊക്കെ. അപ്പോൾ കാളിയാൻ ഡ്രോപ്പ് ആയിട്ടില്ല, പക്ഷേ അതിന് കുറച്ച് പാടുജീവിതം പോലെ ഇത്തിരി ഫിസിക്കലായിട്ടുള്ള ചേഞ്ചസ് വേണം. അപ്പോൾ പൃഥ്വിരാജ് അതിനു വേണ്ടി ഒരു തയ്യാറെടുപ്പ് കാണും. അപ്പോൾ നമ്മുടെ ഗലീഫൊക്കെ കഴിഞ്ഞിട്ട് വേണം ഇതിലേക്ക് കിടക്കാൻ. അപ്പോൾ അടുത്ത സിനിമ എന്ന് പറയുന്നത് അയ്യപ്പൻ എന്ന് പറയുന്ന സിനിമയാണ്. ഈ സിനിമയുടെ വരണം എന്നൊക്കെ കേട്ട് 2018 മുതലുള്ള ന്യൂസുകളൊക്കെ ഉണ്ട്, പക്ഷേ സിനിമ ഡ്രോപ്പ് ആയിട്ടില്ല. അപ്പോൾ പൃഥ്വിരാജ് ഈ സിനിമയും കാളിയാനും ഏകദേശം പാരലായിട്ട് ചെയ്യാനാണ് നോക്കുന്നത്, കാരണം ഫിസിക്കൽ ചേഞ്ച് രണ്ടിനും ആവശ്യമാണ്. അപ്പോൾ ഈ സിനിമയിൽ നമ്മുടെ വിക്രമും കൂടെ ഉണ്ടാവും. രാവണന് ശേഷം വിക്രമും നമ്മുടെ പൃഥ്വിരാജും ഒന്നിക്കുകയാണ്. അപ്പോൾ പൃഥ്വിരാജിൻ്റെ കയ്യിലുള്ളപ്പോൾ എല്ലാം ഈ രണ്ട് സിനിമയായാലും നമ്മുടെ ഖലീഫയായാലും വിലായത്ത് പുതിയായാലും എല്ലാം ബിഗ് ബഡ്ജറ്റ് പടങ്ങളാണ്. അപ്പോൾ അടുത്തൊരു സിനിമ എന്ന് പറയുന്നത് നമ്മുടെ കാറാച്ചി 81 ആണ്. അതും പൃഥ്വിരാജിൻ്റെ ആണ്. ഇതും ഡ്രോപ്പായിട്ടുള്ള, ഇതും അടുത്ത ഇയറിലായിരിക്കും ഇതിൻ്റെ ഷൂട്ടിംഗ്. ഇതുപോലത്തെ വാർത്തകളൊക്കെ അറിയാൻ എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, കൂടെ സപ്പോർട്ട് ചെയ്യുക.